مولانا محمد. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. الله سبحانه وتعالى നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ്ജാ ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റഹ്മത്ത് വകയാണ് ഞാൻ പിന്നെ വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുമ്പോൾ അടക്കം ചെറിയ പ്രിയപ്പെട്ട മക്കളെ പുള്ളിമാരെ ചുമന്ന് നിസ്കരിച്ചതിനെ വകി ചൊന്നിട്ടുണ്ട്. സൈനബ് റളിയല്ലാഹു അൻഹയുടെ മോളായ ഉമാമ റളിയല്ലാഹു അൻഹയെ ചുമന്നിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് റളിയല്ലാഹു അൻഹു ചെല്ല മഹാൻ തൻ്റെ ബാപ്പയുടെ തൊട്ട് റിപ്പോർട്ടാക്കുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഇശാ നിസ്കാരത്തിൽ ഹസൻ അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ടിലൊരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുള്ളിമാർ അതിൽപ്പെട്ട ഒരാളെ ചുമന്നിട്ടുണ്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുമന്നിട്ടാണ് ഇങ്ങനെ പണ്ട് നിസ്കാരത്തിൽ വർമ്മ, എന്നിട്ട് നിസ്കാരത്തിൽ കൈകെട്ടിട്ട് നിസ്കരിച്ചിട്ട് സുജൂദ് പോയിട്ട്, അങ്ങനെ സുജൂദ് പോയിട്ട് നീണ്ട സുജൂദായി ബാക്കിയായി. അപ്പോൾ കാല അബി എൻ്റെ വാപ്പ ചൊന്ത് ഫറഫഅതു റസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളി വർമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുള്ളി കൂടെ ഇട്ട് നിസ്കരിച്ച് നോക്കുമ്പോൾ സുജൂദിൽ കുറേ നേരം എനിക്കിടയില്ല. അപ്പോൾ കാലാബി അങ്ങനെ ഇക്കലല്ലേ എൻ്റെ ബാപ്പ ചൊന്ത് ഫറഫഅതു റസി. നാമെല്ലാം ഇങ്ങനെ തല ഉദ്ധാക്കി നോക്കി എന്തൊരു വിഷയ എനിക്കിടെ കാണണ്ടല്ല. തല ഉയർത്തി നോക്കുമ്പോൾ ഇദസ്വബിയു അലാ വഹരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുതിർ മേലിൽ പത്തിട്ടുണ്ട് ഈ കിടാവ്. അങ്ങനെ ഞാൻ വീണ്ടും സുജൂദിയെ പോയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ചൊന്ത് യാ റസൂൽ ആൽമാർ കേട്ടാറ് നീണ്ട സുജൂദാക്കിയാറല്ല നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിചാരിച്ച എന്തോ വഹി വന്നിട്ടിരിക്കും, എന്താണ് സംഭവം? അപ്പൊ ചൊന്നത് കുല്ലു നാലിക ലം യകുൻ വലാകിന്ന ഇബ്നി ഇത്തഹലനി, എൻ്റെ മോന് എൻ്റെ വാഹനാക്കിയ, അതുകൊണ്ട് ആ മോന്റെ ആവശ്യം തീരട്ടും ചൊന്നിട്ട് ഞാൻ എന്താക്കിയ കാത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു. ഞാനിവിടെ വിശദീകരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തിനെ പറ്റിയാണ് ചൊന്നിട്ടുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കൾക്ക് ആക്കിയത്തെ കാരുണ്യത്തെ വകയാണ് സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് റളിയല്ലാഹു അൻഹുയുടെ മാപ്പ വിശദീകരിച്ചുകൊണ്ടുള്ളത്. അപ്പോൾ എല്ലാ പക്കം അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാരുണ്യമാക്കി പടിപ്പാട്ടി കാട്ടുണയങ്കത്തെ ആളാണ്. അപ്പോൾ ഇതെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപ്പാട്ടി തന്നു. യതീമീങ്ങൾക്ക് നടത്തിയങ്കത്തെ കാരുണ്യം, യതീമീങ്ങളായ ആൾമാരെ ശ്രദ്ധിക്കണോണ്ട് ലോകത്ത് പടിപ്പാട്ടിയ ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനിക്കുമ്പമേ ബാപ്പ വഫാത്തായി വന്നെങ്കാത്ത ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ യതീം മക്കളൊട്ടിಗೆ കരുണ വേണു, കാരുണ്യം വേണു. അതും ചെന്ത അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹഖദാ. അപ്പൊ ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങളായ ആൾമാർ എന്തെല്ലാം സൽക്കർമ്മങ്ങളാക്കിടാറാ, സോഷ്യൽ വർക്ക് ആക്കിടാറാ, ഏതെല്ലാം ഗുണങ്ങളാക്കിടാറാ, ആൾമാർക്ക് ഉപകാരമാക്കിടാറാ, ഇതിക്കെല്ലാത്തും മാതരിയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു സ്വറാക്കിയാറുണ്ടായെങ്കിൽ അതൊക്കെല്ലാം എവിടെ മാതൃക കൊണ്ടുപോയിട്ടെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാവത്തങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയമാവട്ടെ, അതുപോലെ മങ്ങിലാക്കി കൊടുക്കണമെങ്കിൽ വിഷയമാവട്ടെ, അരി റേഷൻ കൊടുക്കണമെങ്കിൽ വിഷയമാവട്ടെ, പിന്നെ അങ്ങനെ തുടങ്ങി എന്തെല്ലാം ഉണ്ട് എ ടു സെഡ് എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്കിക്കാട്ടിയിൽ അത് നുബുവത്തിൽ പിന്നെയല്ല, നുബുവത്തിൽ മുന്നേ നടന്നുകൊണ്ടിരുന്ന പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജബലുൻ നൂറിലെ വഹിയുമായി വന്നപ്പോൾ പേടിച്ചിട്ട് ഇങ്ങനെ പനി വന്നുകൊണ്ടുള്ളൂ. അപ്പ ഖദീജ റളിയല്ലാഹു അൻഹ ചെന്ന പറക്ക കല്ലാ വല്ലാഹി ലാ യഖ്സികല്ലാഹു അബദാ, അല്ലാഹു നിങ്ങൾ ഒരിക്കലും കൈവിടില്ല എന്ന് ചൊന്നു. അതിന് കാരണമായി ചൊന്നത് ഇന്നക ലതസിലുർ റഹിമ, നിങ്ങൾ കുടുംബബന്ധം ചേർക്കിടങ്കത്ത ആളാണ്, പാവങ്ങളെ സഹായിക്കിടങ്കത്ത ആളാണ്, അതുപോലെ വിധവകളെ സഹായിക്കിടങ്കത്ത ആളാണ്, അതിഥി സൽക്കാരാക്കിടങ്കത്ത ആളാണ്. ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞ 40 വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെല്ലാം ആക്കിക്കൊണ്ടിരുന്ന അതെല്ലാം ഒരേ ശ്വാസത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ ചൊല്ലും. അപ്പൊ ഞാൻ ചൊന്നത് ലോകത്ത് എന്ത് നന്മകൾ ഞങ്ങൾ കണ്ടെങ്കിലും
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്കാക്കി കാട്ടിയത്. ഒരു യതീമുക്ക് സഹായിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടായെങ്കിൽ അത് എന്തുകൊണ്ടാ? അത് 1400 വർഷത്തിന് മുന്നൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി തന്നു. ഒരു മോമിനായ ഒരു മനുഷ്യനെ മുന്നിൽ നിന്നിട്ട് പുഞ്ചിരിക്കണമെന്ന് എന്നൊക്കെ തോന്നുന്നുണ്ടായെങ്കിൽ ആ പുഞ്ചിരിക്കണമെന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണ്ട് എപ്പമാ പഠിപ്പാട്ടി തന്നു. അപ്പൊ അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹഖദാ, നാനും അതുപോലെ യതീമിനെ സംരക്ഷിക്കണമെത്ത ആളും സ്വർഗത്തിൽ ഇങ്ങനെ പഠിപ്പാട്ടി. ഈ 2 പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടിച്ചെന്ന് ഇത്ര മുട്ട നാനും യതീമിനെ സ്നേഹിക്കണമെത്ത ആദരിക്കണമെത്ത അതുപോലെ യതീമിനെ സംരക്ഷിക്കണമെത്ത ആൾമാർ സ്വർഗത്തിൽ വളരെ മുട്ട ഉള്ളാണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി തന്നു. ഏതൊരു മുസ്ലിമായ ആളും ആ മുസ്ലിമായ ആൾ എന്താക്കിയിട്ടുണ്ടെങ്കിൽ യതീമായ ഒരു കിടാവ് ഭക്ഷണവും പാനീയവും കൊടുത്തു. അഥവാ ആ യതീം ആരുമില്ല, സംരക്ഷിക്കുക ആരുമില്ല. അതുകൊണ്ട് യതീമുക എല്ലാം കൊടുത്തിട്ട് വളർത്തി വന്നാണ്ടായെങ്കിൽ വജബത്ത് അൽ ജന്നത്തു അൽ ബത്ത, അയാൾക്ക് സ്വർഗം നിർബന്ധമായിട്ട് ചൊന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ യതീമിനെ വളർത്തലെനിക്കെത്ത ആള് സ്വർഗം കിട്ടു വന്നു. അതേ സമയത്ത് ഭർത്താക്കന്മാർ മരിക്കലെനിക്കെത്ത ആൾമാരുണ്ടാറ് പെട്ടെന്ന് മരിച്ചു പോയി നോക്കുമ്പോ അങ്ക് പ്രിയപ്പെട്ട മക്കയ്ക്കിട് ചെറിയ മക്ക യതീം പ്രായപൂർത്തി 300 മക്കാണ് യതീമുണ്ടല്ലോ. അങ്ങനെ ആ യതീമിങ്ങളെ പരിഗണിക്കണമെന്നാണ്. യതീമ് പിന്നെ പോറാണ്. യതീമുമുണ്ട് മിസ്കീനുമുണ്ട്. ഖുർആൻ ചിലപ്പോ യതീമിന്റെ മുന്നിൽ ചെന്ന് ചിലപ്പോ ഈ മിസ്കീന്റെ മുന്നിൽ ചെന്ന്. അപ്പൊ മിസ്കീന്റെയും കൂടുതൽ പരിഗണിക്കണുള്ളൂ. യതീമുക്ക് വലിയ മഹത്വങ്ങളുണ്ട്. യതീമിനെ പരിഗണിക്കലെനിക്കെത്ത ആളുകൾ സ്വർഗമുണ്ട്. അതേ സമയത്ത് പരിശുദ്ധ ഖുർആനിൽ മിസ്കീന്റെ ಬಗ್ಗೆ ചെന്നല്ല അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. ഖുർആന്റെ ലാസ്റ്റിൽ ദീൻ കൊണ്ട് കളവാക്കണമെങ്കിൽ ആളാണ്. ദീന്റെ കളവാക്കണമെങ്കിൽ ആളാണ് കേട്ടെങ്കിൽ അത് യതീമിനെ ഒഴിവാക്കണമെങ്കിൽ ആളാണ്. അതുപോലെ മിസ്കീന് ഭക്ഷണം കൊടുക്കണമെന്ന് ചൊന്നിട്ട് പ്രേരണ അവനാക്കില്ല. മിസ്കീനിക്ക് ഭക്ഷണം കൊടുക്കുന്നതുമില്ല, അതൊക്കെ ഒരു പ്രോത്സാഹനം പോലും അവനാക്കില്ല. അവനാണ് ദീന്റെ കളവാക്കണമെങ്കിൽ ആൾ. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. അവിടെയാണ് നിസ്കരിക്കണമെങ്കിൽ ആൾമാർക്ക് നാശം. അങ്ങനത്തെ ആൾമാർ നിസ്കരിച്ചിട്ടും കാര്യമില്ല, നമുക്ക് നാശാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവ യതീമീങ്ങളായ ആൾമാരെ ശ്രദ്ധിക്കാത്തവനും മിസ്കീനിൽ കരുണ കാട്ടാനെങ്കിൽ ആള് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളല്ല, അവൻ ദീന്റെ കളിയാക്കുന്ന ആളെന്നാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല നമുക്ക് ചൊല്ലുന്നുണ്ടല്ലേ. അപ്പൊ ഒരാൾക്ക് മിസ്കീനിക്ക് പൈസ കൊടുക്കുക ഇല്ലാണ്ട് പേരിക്കാം. അപ്പൊ അയാൾ പ്രോത്സാഹക്കരുത്, അതുക്ക് വേനായിട്ട് അയാൾ പ്രസംഗിക്കരുത്, അതുക്ക് വേനായിട്ട് അയാൾ എഴുതരുത് എങ്കിൽ അയാൾ ഈ പ്രോത്സാഹക്കരെങ്കിൽ ആളെക്കൂട്ടത്തിൽ വന്ന്. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കണമെങ്കിൽ വിഷയമാണ്. ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആള് പിരിവ് വന്നതിന് പേരിക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു കലക്ഷൻക്ക് വന്നതിന് പേരിക്കാം. ആ സമയത്ത് അവന്റെ കയ്യിൽ ഉണ്ടുണ്ടായെങ്കിൽ എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ പ്രേരണയാക്ക പ്രോത്സാഹക്ക കൊടുക്കുകയും ചെല്ലാം. ഇതാണ്. അല്ലാണ്ട് അയാളെ മനസ്സ് നൊമ്പലാക്കൂ തീരാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന പരിപാടി. അയാൾ വന്നത് നല്ല ഗാഡിന് മേലാണ് വന്നത്, മുന്തിയ ഗാഡിയിലാണ് വന്നത് എങ്കിലും ഇങ്ങനെ കാട്ടിത്ത എങ്കിൽ നല്ല കർത്തവ്യം ധരിക്കുന്നത് ₹1 ഉള്ളതങ്ങ് കൊടുത്തുകൂടാ. ബായിൽ ഒരു പലക്ക ചെല്ലവും തീരാ. എന്തുകൊണ്ട് ചെന്നെങ്കിൽ ഈ നാവും ചെല്ലത് മനുഷ്യനെ നാശാക്കരുതാണ്. ഞാൻ എത്ര സൽക്കർമ്മങ്ങളാക്കിയിട്ട് ഇതിലൊരു പലക്കം ഞാൻ ചൊന്നെങ്കിൽ ഈ ആക്കിയ സൽക്കർമ്മം എല്ലാം പൊളിഞ്ഞിട്ട് കൊണ്ടുപോകും. അപ്പൊ അവിടെ ഒരു പാവപ്പെട്ട ആൾ നല്ല മുട്ട വന്നിട്ട് അവൻ എൻ്റെ കയ്യിൽ എന്തും ഇല്ല കൊടുത്തു തീർന്നത്. അപ്പൊ എന്താക്കാൻ ചൊന്നെങ്കിൽ വായിൽ വേറെന്തും ഉണ്ടോ തീരാ. പിന്നെയോ ഇദ്ഖാലുസ് സുറൂർ, അയാളുടെ മനസ്സ് എന്തെങ്കിലും ഒരു സന്തോഷാക്കിയിട്ട് വിടാ. അതിനെ ಬಗ್ಗೆ ചൊന്നു അത് സദഖത്തെ കൂലിയോട് കിട്ടുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി. അപ്പൊ പൈസ ചെലവാക്കിയെങ്കിൽ മാത്രമല്ല പൈസ പിന്നെ സ്വതക്ക, പൈസ ഇല്ലാണ്ടും സ്വതക്കത്തെ കൂലി എടുക്കൂ സാധ്യമായിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടി. അപ്പൊ യതീമിനെ ആദരിക്കണമെങ്കിൽ യതീമുക്ക് സംരക്ഷണം കൊടുക്കണമെങ്കിൽ ആൾക്ക് സ്വർഗം കിട്ടിയിട്ട് വന്നു. അവിടെ ഒരാൾക്ക് അപ്പ ഉമ്മ ഉണ്ട്, അല്ലെങ്കിൽ ഒരാളുണ്ട് അപ്പ ഉണ്ട്, അല്ലെങ്കിൽ ഉമ്മ ഉണ്ട്. അങ്ങനത്തെ അപ്പ ഉമ്മ ഇന്നിട്ട് ഇയാൾ നരകത്തിൽ പോയിട്ടുണ്ടോ എങ്കിൽ അത് വിചിത്രം ഉണ്ടാക്കിയുണ്ട്. അള്ളാഹു അയാൾ ദൂറാക്കട്ടെ. ഭയങ്കര ദുആയാണ് ദൂറാക്കണമെങ്കിൽ ദുആ. ഒരാൾക്ക് അപ്പ ഉമ്മ ഉണ്ടുണ്ടായെങ്കിൽ ആ ഉപ്പ ഉമ്മ ഇന്നിട്ടും അയാൾ നരകത്തിൽ കൊണ്ടേ ചെന്ന് ആ അപ്പ ഉമ്മയുടെ ഹിദ്മത്ത് ഇയാൾ ആക്കില്ല, അപ്പ ഉമ്മയുടെ ഹിദ്മത്താക്കിയില്ല. അപ്പ ഉമ്മ മരിച്ചൽ പിന്നെ വന്നിട്ട് ബേജാറായ ആൾമാരെ തോന്നുന്നു. അപ്പ ഉമ്മ മരിച്ചൽ പിന്നെ വന്നിട്ട് ദുഃഖിച്ചെങ്കിൽ ആൾമാരുള്ള എന്റെ
ചനക്കെന്തു ആക്കുകയില്ലല്ലേ ചൊന്നിട്ടു. അതുകൊണ്ട് കാര്യമില്ല. അത് ബസ് പോയിട്ടായിരുന്നു. ബസ് പോയാൽ പിന്നെ ഇങ്ങനെ കൈകാട്ടോ. ഓൻ പിന്നെ അപ്പ ഉമ്മ മരിച്ചാൽ പിന്നെ ഭയങ്കര ഇഷ്ട എന്ത് ദുവാക്കൂ അതാക്കൂ ഇതാക്കൂ അതാക്കണ്ടാണ്ടല്ലോ ഞങ്ങളെ കബറുകെത്തു. പക്ഷെ നിന്റെ ഒരു ഗുണമാക്കണമെങ്കിൽ മോനായിട്ട് അപ്പ ഉമ്മ ഹയാത്തിക്കുമ്പ ആ ഏറ്റവും വലിയ സമ്പത്തായ സ്വർഗം കയ്യിൽ ഇക്കുമ്പ അതിന് വിലകൊത്താവാത്തവനും വഴിതാവട്ടുണ്ടാണ്. തങ്ങളുടെ ദ്വായാണ് അള്ളാഹു പടുത്തുകൊണ്ട് അവന്റെ റഹ്മത്തിനെ തൊട്ടവന്റെ ദൂരാക്കട്ട്. അതുകൊണ്ട് ഹയാത്തുള്ള കാലത്താണ് അപ്പ ഉമ്മടെ ശ്രദ്ധിക്കുന്നായ പരിഗണിക്കുന്നായ അങ്ങ് സ്വർഗാണ്. ഞാൻ ചെന്ന ഹജ്ജി പോകുമ്പോ ബാംഗ്ലൂരിൽ ഞാൻ ഫ്ലൈറ്റ് പത്തു നിക്കറാറ്റി മുന്നിൽ ബസ്സിലെ ഇലിയുമ്പ ബസ് കുറെ പറ്റിത്തു ഹാനഫി എന്നിട്ട് അയാൾ കയറുക ആ ഹജ്ജി പോയാണ്ടുള്ളാരല്ല ദ്വാരത്ത് അപ്പവുമാരൊട്ടിയുള്ളാറ് കയറി. അപ്പൊ കുറച്ചാൾമാർ കൈയെട്ടിയാറ് ഞങ്ങളൊട്ടിയെ. അപ്പൊ അയാൾ ചൊന്ന പറക്ക ഓ നിങ്ങൾ സ്വർഗത്തെല്ലാം വിളിച്ച പോയാണ്ടുള്ളാറല്ലേ നമുക്ക് ഭാര്യ മനസ്സ് തരച്ചെങ്കിൽ എത്ര പലക്കാണ് അപ്പ ഉമ്മടെ വിളിച്ച കൊണ്ടവണോ നിങ്ങൾ സ്വർഗത്തമേ എടുത്ത് പോയോണ്ടുള്ളാറല്ലേ. സ്വർഗം എത്ത പറഞ്ഞുകാണ് അവിടെ പോണ്ടേ. ഇതങ്ങനല്ല. ഇത് സ്വർഗത്തെ വിളിച്ചോണ്ട് എവിടെയോ പോണ്ടേ കാബാലയത്തെ മുട്ട പോണ്ടേ. കാരണം അപ്പ ഉമ്മയുടെ തൃപ്തി ഇല്ലാണ്ട് ഒരു സ്വർഗം കിട്ടുന്ന ആരും വിചാരിച്ചിട്ടുണ്ടാകും. കാരണം പടച്ചോന്റെ പൊരുത്തം കിട്ടണോണ്ടായെങ്കിൽ അപ്പ ഉമ്മയുടെ പൊരുത്തം കിട്ടണോണ്ട് പടിപ്പാട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പ ഉമ്മയുടെ തൃപ്തി ഇല്ലാത്ത ഒരാൾക്ക് സ്വർഗം കിട്ടുക സാധ്യമേ അല്ല. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് പാട്ടുപാട് മാത്രമുള്ളതല്ല. അപ്പ ഉമ്മ പിന്നെ ഉമ്മമാര് സ്വർഗ കാൽനടിയിലാണ് സ്വർഗം ചൊല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് സ്വന്തം ഉമ്മയുടെ കാലിനടിയിലുണ്ട് സ്വർഗം. ആ സ്വർഗം നക്കെടുക്കുകയാവൂല്ലേ. ഈ സ്വർഗത്തെ വിട്ടിട്ടു മദീനത്തെ സ്വർഗത്ത് പുറത്ത് പോയാണ്ടായി അവർക്ക് സ്വർഗ സ്ലാപത്തിൽ കിട്ടാറേ. പ്രസംഗത്ത് കേട്ടാ യാതൊരു ജന്ന 2 ലക്ഷം ചെലവാക്കിട്ട് പോയാ 10 ലക്ഷം ചെലവാക്കിട്ട് പോയാ ഹജ്ജിക്ക് എന്തി സ്വർഗത്തെ തോട്ടം മദീനത്തിൽ ഉണ്ടുവല്ലേ. അതുകൊണ്ടാവും സ്വർഗം എടുക്കുകൊണ്ടേ. അതേ സമയത്ത് സ്വന്തം ഉമ്മടെ നൊമ്പലാക്കിയ യാ റബ്ബി സ്വന്തം ഉമ്മ വയസ്സായപ്പ മോശം പോയിത്തൂള. അപ്പോ ഒരു പക്കം നാം പോയ മരിക്കുമ്പോന്നറാവുമ്മ. അപ്പോ മോണെടുത്ത് ചെല്ല ഈ എന്തിരെ ചാണ ഇട്ട പോലെ ഇട്ട് ഔദുബില്ല ഇങ്ങനെ ശൈത്വാനിർ റജീം 10 വട്ടം ചൊല്ലണ ജാഗയാണ്. ഔദുബില്ല ഇങ്ങനെ ശൈത്വാനിർ റജീം. ശൈത്താൻ എവിടെ ഒന്നും തേടണ്ട. ഇതേ വലിയ ശൈത്താൻ സംഗതിയും വലിയ വർക്കർ. ഈ ചെന്ന ആളുണ്ടല്ലേ വലിയ ആള് വലിയ സ്ഥാനമാനങ്ങളെല്ലാം ഉണ്ട്. അവന് കിട്ടിയ നമ്മട്ടോ കണക്കില്ല. പക്ഷെ അവൻ ചെന്നത് പിന്നോട്ട് നല്ല ടീച്ചറിലെ ഇമ ചാണ ഇട്ട പോലെ ഇട്ടോണ്ട് എത്ര വലിയ മുസീബത്താണ് നമുക്ക് സ്വർഗം കിട്ടുക. നാം പഠിച്ച ഇസ്ലാം പ്രകാരം സ്വർഗം കിട്ടാതെ എന്തുകൊണ്ടും ചൊന്നെങ്കിൽ എന്നിട്ട് നാം ഒന്ന് റൂമ് പോയി നോക്കിയ റബ്ബേ അവർ ഫാനില്ലേ അവർ കൂടുതൽ പോകുമ്പോൾ ഇട്ട പോലെ ഇട്ടാറ് ഇത്ര വലിയ മുസീബത്താണ്. അള്ളാഹു ഞങ്ങളെ കാക്കട്ട്. അങ്ങനത്തെ ഒരു ഭ്രാന്ത് ഉണ്ടാവിടത്തോട്ട് അള്ളാഹു ഞങ്ങളെ കാത്തരക്ഷിക്കുമാറോ. ഈ ഭ്രാന്ത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പ ഉമ്മടെ പിരിസാക്കാത്തെങ്കിത്താള് അപ്പ ഉമ്മടെ സ്നേഹിക്കാത്തെങ്കിത്താൾക്ക് സ്വർഗം കിട്ടേയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പരിപാടിയുണ്ടല്ലേ. ലോകത്ത് റഹ്മത്തായ ആളാണ് ചൊന്നോണ്ടുള്ള അപ്പ ഉമ്മടെ നീ പരിഗണിക്കില്ലേ സ്വർഗം കിട്ടില്ലേ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നോക്കൂ വമൻ അദ്റക വാലിദൈഹി ഔ അഹദഹുമാ ഫദഖലൻ നാർ. ഒരാൾ അപ്പ ഉമ്മ കിട്ടിട്ട് അല്ലെങ്കിൽ ഒരാൾ കിട്ടിട്ട് അയാൾ അങ്ങ് നരകത്ത് പോകണ്ടുണ്ടായെങ്കിൽ അള്ളാഹു അവന്റെ കാരുണ്യത്തൊട്ട് പിന്നെ ചെമ്മ അവന്റെ ദൂരത്താക്കട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പ ഉമ്മയുടെ ഹയാത്ത് കാലത്ത് അങ്ങനെ ശ്രദ്ധിക്കുക സാധ്യമാവുന്നു. മരിച്ചു പോയാൽ പിന്നെ കുറെ ആൾമാർക്ക് ബേജാറാവുന്നുണ്ടോ. ഇന്ന് മരിച്ചതുകൊണ്ട് ഇന്ന് ബേജാറാവണം. ഇനി ഒരു തിങ്കൾ കഴിഞ്ഞ് മരിച്ചിട്ടുണ്ടായെങ്കിൽ ഒരു തിങ്കൾ കഴിഞ്ഞിട്ട് ബേജാറാവാത്ത ആ ഒരു തിങ്കൾ ഉപദ്രവിക്കൊണ്ടേക്കത്ത ആ ബഹുമത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദൂരാക്കട്ട്. മനുഷ്യരെന്താവും ചെന്നെങ്കിൽ ചിലപ്പോ കയ്യിൽ അമൂല്യമായ സമ്പത്തിക്കുമ്പോ അതിനെ വില കൊത്താവൂല്ലേ ഒട്രാസീക്കട. അത് നാശമായപ്പോഴാണ് ആഴ്ചനാക്കടേ പിന്നെ കെട്ട മേലെ ബുദ്ധി പറയുന്നതും ചെല്ലല്ലോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എവിടെ പോയിട്ട് എത്തിയിട്ടായിട്ടിരിക്കരുത്. ഞാൻ എന്തോ കാര്യത്ത് മെസ്സേജ് ആക്കിത്താ ഒരു സമസ്യയുടെ പഞ്ചായത്തിക്ക് അയാൾ കുട്ട ഒരാൾ അയാൾ മുണ്ടോ എല്ലാം ചെറിയ സുമാർ അതിൽ ബാക്കിൽ അയാളുണ്ട്. അപ്പൊ അയാൾ അതിലൊരു പോയിന്റ് ഒന്ന് എന്തിനാ ചെന്നെങ്കിൽ പിന്നെ ഇപ്പൊ നമുക്ക് എന്തോ ആയണ്ടില്ല സാർ എന്തേ ഇത് പിന്നെ കടലയ്ക്കുമ്പോ പള്ളിയില്ല പള്ളിക്കുമ്പോ എന്തില്ല കടലയില്ല. എൻ്റെ അയാളൊരു ഉദാഹരണം പള്ളിക്കുമ്പോ നമുക്ക് തിന്നോ കടല കിട്ടിയിട്ടില്ലേ. ഇനി പള്ളിയില്ല കടല കിട്ടിയോണ്ടുണ്ട് തിന്നതായോണ്ടില്ലേ. അവസരം നഷ്ടപ്പെട്ട് തിന്നതിനർത്ഥ അവകാശങ്ങളെല്ലാം ധാരാളം ഇന്ന് അതിൽ യൂസ് ആക്കണമെങ്കിൽ എത്ത അവസ്ഥ നമുക്ക് ഉണ്ടായില്ലേ. അതേ സമയത്ത് അത് യൂസ് ആക്കുക ആയോണ്ടേ ഇല്ലേ. നിസ്കാരത്തും ഇബാദത്തും നല്ല യൗവനത്തിൽ ശക്തിക്കുമ്പോ നിസ്കരിക്കുമ്പോൾ സുഖത്തുണ്ടാ സുബൈ നിസ്കാരത്തെ എനിക്കോടാ
കാരണം വേണമെന്നാണ് ചൊല്ലുന്നത് ജാവ 2 ഗಂಟೆ ആയിട്ടുണ്ട് 2 ಗಂಟೆ ജാവ ആയിട്ടും ചൊല്ലുന്നത് കാരണം അല്ലല്ലേ നിസ്കാരം ഒഴിവാക്കൂ 2 ಗಂಟೆ ജാവ ആക്കുകാരാണ് ചൊല്ലുന്നത് ഉദാഹരണം ചൊല്ലുന്നത് ഇവിടെ ആയിട്ടുണ്ടല്ല ഞങ്ങളെ വിഷയമല്ല ഇനി ഞാൻ വേണം ചൊല്ലുന്നത് ഞാൻ 4 ಗಂಟೆ ജാവത്തോട് ഫുള്ള് ബിസിയല്ലേ പിന്നെ 4 ಗಂಟೆ ജാവത്തോട് ബിസി ആയിട്ട് പിന്നെ ഞാൻ ഉറങ്ങിയ അത് കാരണമാണ് അള്ളാഹുവിനോട്ട് പോയി ചൊല്ലോടാ ഞാൻ 4 ഗಂಟೆ ജാവത്തോട് ഭയങ്കര ബിസി എന്നറപ്പെ അതുകൊണ്ട് നമുക്ക് നിസ്കരിക്കുവായില്ല എന്ന് ചൊല്ലുന്നത് വാജിബായ കാര്യങ്ങളെ വിട്ടിട്ടു സുന്നത്തായ കാര്യങ്ങൾ പഠിച്ചൊന്നും അകത്യമേ ഇല്ല അപ്പൊ ഇണ്ടെന്തായിരുന്നു തോന്നുന്നത് ലോകമെല്ലാം നേരെ ഉൾട്ടാണ് അങ്ങനത്തെതെല്ലാം ആക്കിങ്ങോയാവുള്ളൂ കട്ടായ കർമ്മങ്ങളൊന്നും വേണ്ടാന്ന് ചൊല്ലുന്ന എനിക്ക് എത്ര അവസ്ഥക്ക് ദുനിയാവെത്തിയോണ്ടുണ്ട് അതിനെ തിരുത്തണോട് ചെമ്മച്ചൊന്നിട്ട് തിരുത്തണോട് സമല്ല ഈ പോക്കൊരിക്കലും സമല്ല എന്തുകൊണ്ടും ചൊന്നെങ്കിൽ അള്ളാഹു ആക്കണ എനിക്കെത്ത കാര്യമാണ് ആക്കണായി എന്താണോ വേണേ അതാണ് പഠിച്ചോന്ന് ഇഷ്ടം ആരാരത് ഉണ്ടായിട്ട് കാര്യമില്ല ഇന്നലെ ഞാൻ ചെന്നല്ലേ ഏതോ ആൾമാരെ തൃപ്തി പെഞ്ഞായി ഉണ്ടായിട്ട് കാര്യമില്ല പെഞ്ഞായി ഉണ്ടാവുന്നതായത് സ്വന്തം ഭർത്താവിടെ തൃപ്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട പരിപാടിക്ക് പള്ളിയിലെ ഖത്തീബ് വലിയ ആളാണ് അയാൾ കാവിയാറാണ് ഒരു ഉദാഹരണം അതേസമയത്ത് ആ പള്ളിയിൽ കക്കൂസ് കൽകടനിക്കെത്ത ഒരാളുണ്ട് ആ കക്കൂസ് കൽകടനിക്കെത്ത ആളെ പെഞ്ഞായിക്ക് വേണായത് പള്ളിയിലെ ഖത്തീബിന്റെ തൃപ്തിയല്ല ആ കക്കൂസ് കൽകടനിക്കെത്ത ആളുണ്ടല്ലോ കയ്യിൽ കച്ചറാക്കി അയാളെ തൃപ്തിയാണ് വേണായ കാരണം ഓളുടെ സ്വർഗം അയാളെ കയ്യിലാണ് അയാളെ പുറത്തും ഈ പെണ്ണ് മരിക്കും ഉണ്ടായിത്ത അൽഹംദുലില്ലാ അവൾക്ക് സ്വർഗത്ത് പോവാം പെഞ്ഞായി മരിക്കുമ്പോ ഇയാൾ ചൊന്തു അൽഹംദുലില്ലാ എത്ര നല്ല പെഞ്ഞായിയാണ് എത്രയാണ് എന്റെ അവൾ സേവയാക്കിയ ഇയാളെ കണ്ണിൽ നിന്ന് കണ്ണീര് നിൽക്കില്ല അത്രയും ബേജാറാണ് പിന്നെ സന്തോഷമല്ല മരിച്ചതിൽ ബേജാറാണ് എങ്കിൽ ഈ പെണ്ണിന്റെ ಬಗ್ಗೆ നിങ്ങൾ ആലോചനാക്കണമെന്ന് എന്തുമില്ല അയാൾ അങ്ങനെ ആക്കിയിട്ടില്ല അവളെ വാവാവൂ അവൾ ഇങ്ങനെ ആക്കിയിട്ടില്ല വാവ അങ്ങനെ എന്ത് ചെല്ലണ്ട കാരണം അവൾക്ക് എന്തിനു കിട്ടി തോന്നുന്നുണ്ടാ മാപ്പിളയുടെ പൈസ കിട്ടിയിട്ട് രായത്തിന് ചെല്ലുവാർ അവിടെ ആ മജ്‌ലിസാകുമ്പോൾ അവൾ വന്നോട്ടേ ഇല്ല എന്ത് പോവാ അവൾ വണ്ടേ ഇല്ല അവളെ ഒത്തിലെ ചോദിച്ചാൽ അങ്ങനെ ഇങ്ങനെ പക്ഷെ മാപ്പിളെ കൂടെ ഈ പെണ്ണ് മരിക്കുമ്പോൾ ഉൾപ്പെട്ടുകൊണ്ടുകൊണ്ട് ബേജാറായിട്ടും നല്ല പെണ്ണുണ്ടാ ചെന്നുകൊണ്ടുണ്ട് നക്ക് എത്രയാണ് അവൾ ഹെൽപ്പാക്കിയത് എന്റെ എത്രയാണ് അവൾ സുധാരിച്ചേ ഈ പെണ്ണിന്റെ പോതൊക്കെ മാപ്പിളേക്ക് 100 നാവുകൊണ്ടുണ്ടായെങ്കിൽ രായത്തെ നിങ്ങാറും പോതില്ലെങ്കിൽ തൊന്തരയില്ല ഈ പെണ്ണിടെ മാപ്പിളയായവൻ പോലെയാണ് ദഖലത്തിൽ ജന്ന അവൾ സ്വർഗത്തിൽ പോയാൽ പോയിട്ട് ഐത്തുണ്ടാ ചെന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ഞാൻ ചൊന്ന് ആക്കുണ എനിക്കെത്ത സ്വറ എന്താണോ അകത്യമുള്ളത് നിർബന്ധമായത് അത് ആക്കുമ്പമേ പഠിച്ചോണ്ട് തൃപ്തിയാവിടെ അവന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൃപ്തിയാവിടെ ഒരു മുതഅല്ലിമായ ആളെ പണി എന്താണ് മുതഅല്ലിമായ ആളെ പണി എന്തെന്ന് ചൊന്നെങ്കിൽ അയാൾ ഇന്നമോ പോയിട്ട് കുറെ വൃത പണിയൊണ്ടിക്കിടല്ല അവനേതോ സ്റ്റേജിൽ പോയോണ്ട് പാടിയൊണ്ടിക്കിടല്ല അവൻ ഭയങ്കര പാട്ടവനുള്ള ഭയങ്കര തപ്പുമുട്ടവനുള്ള അതല്ല മുതഅല്ലിമായ ആളെ ഇഷ്ടം എന്തെന്ന് ചൊല്ലും അവൻ പഠിക്കട്ട് വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊസി അവിടെ അപ്പനാണ് ഒരു മുതഅല്ലിമുടെ ഡ്യൂട്ടി എന്തെന്ന് ചൊന്നെങ്കിൽ അവൻ ഇൽമു പഠിക്കുന്നതാണ് അവന്റെ ഡ്യൂട്ടി അത് വിട്ടിട്ട് വേറെ സ്ഥലത്ത് അവൻ പോകുന്നീറാ അങ്ങനെ പോയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൃപ്തി അവളുണ്ടാകും വിചാരിക്കണ്ട കാരണം നന്റെ ഡ്യൂട്ടി എന്ന് ഞാൻ മറന്നുപോയ നന്റെ കർത്തവ്യം എന്താണ് അത് ഞാൻ ആക്കണോ മക്കളുള്ള എനിക്കെത്താൾ പെഞ്ഞായുള്ള എനിക്കെത്താൾ അവൻ ചൊല്ല റബിയുള്ളവല്ല ഇതല്ലേ 1500 മീലാദല്ലേ മദീനത്ത് പോണ്ടേ മദീനത്ത് പോണു കടയുണ്ട ഓന്റെ പെഞ്ഞായി മക്കളെ പൊട്ടിട്ടു ഓണോ അങ്ങനെ പട്ടിണി കിട്ടിട്ട് കടാക്കിട്ട് മദീനത്ത് കൊണ്ടുപോകാം ആര് ചൊന്നത് അമ്മൽ മുഈലു ഫലാ യജൂസു ഖുറൂദുഹു ഒരു മുഈലായ ആള് അഥവാ പെഞ്ഞായി മക്കൾ ഉള്ളെങ്കിത്ത ഒരാൾ അയാളുടെ ഡ്യൂട്ടി എന്തിനു ചൊന്നെങ്കിൽ പണിയെടുത്തിട്ട് അയാളെ പെഞ്ഞായി മക്കളെ വളർത്തുന്നതാണ് അവന്റെ ഡ്യൂട്ടി അങ്ങനെ ആ കാട്ട് ഓൻ കടാക്കിയിട്ട് 1500 മീലാദല്ലേ ഉദാഹരണം ഞാൻ ചൊന്ന് അതുകൊണ്ട് നമുക്ക് റൗള നോക്കി നിൽക്കണ്ടേന്ന് ചൊന്നെങ്കിൽ ആ പോണ്ടെങ്കിത്ത നിന്റെ ഒട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൃപ്തിക്കാതെ എന്ത് നീ ആക്കുമായ സ്വറാത്ത് അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടി ഇതാണ് ഞാൻ ചൊന്നെ സ്വന്തം ഉമ്മയുടെ കാലിലടിയിൽ സ്വർഗമുണ്ട് അബ്ബയുടെ ഒട്ടിಗೆ സ്വർഗമുണ്ട് അപ്പമ ഉമ്മയുടെ കാലിലടിയിലാണ് സ്വർഗം അബ്ബ സ്വർഗത്തെ നടു ഡോറുണ്ടാകുന്നത് ഔസത്തു അബ്വാബിൽ ജന്ന സ്വർഗം ഇങ്ങനെ കൊണ്ടുണ്ടായെങ്കിൽ സ്വർഗത്തെ നടു തൂണാണ് അബ്ബ ഇങ്ങനെ നിൽക്കുവാ സ്വർഗത്തെ നടുവിലും അപ്പടെ ഉമ്മതാക്കിയത്തെ മോൻ ഓടിയ വരുവോ സ്വർഗത്ത് പോകണ്ടെന്ന് തോന്നുന്നു കാവിലെ ഓടിയ പോകും ഇതാ നടുവിൽ ആളുണ്ട് ഇയാളൂടെ നിന്ന് ഇയാൾ അന്യം പോകൂടല്ല ഇഞ്ഞം പോകൂടല്ല അഥവാ അതൊരു ഉദാഹരണം ചൊന്നര ഈ ആളെ തൃപ്തി ഇല്ലാണ്ട് മോന് സ്വർഗത്ത് പോകാവില്ല അതുകൊണ്ട് മക്ക സ്വർഗം തേടനായി എവിടെയാണ് കേട്ടെങ്കിൽ അബ്ബയുടെ കാൽഡടിയിലാണ് ഉമ്മയുടെ കാൽഡടിയിലാണ് അല്ലാത്ത ലോകത്ത് ഏതോ ആൾമാരെ കാൽഡടിയിൽ സ്വർഗം തേടിയിട്ട് കാര്യമേ ഇല്ല മദീനത്തുള്ള കേട്ട റൗള തേടി പോയോണ്ടുള്ള റൗളത്തും മിൻ റിയാദിൽ ജന്ന അവ ചെന്നറല്ലേ അതുകൊണ്ട് മദീനത്ത് പോകണം ഇതേ വിഷയം ഉമ്മടട്ടിയെ പോയി കേൾക്കുമ്പോ അതാ ഉമ്മക്ക് ഈ മോണ്ടൊട്ടിയെ തൃപ്തിയില്ല ഉമ്മടെ നൊമ്പലാക്കില്ല ഉമ്മടെ പറഞ്ഞില്ല ഉമ്മടെ കണക്ക് കേട്ടോണ്ടുള്ളവളാണോ ഓ നിങ്ങൾക്ക് ഇത്രല്ലേ ചെലവാക്കിടാറല്ലേ എത്ര പൈസ അവിടെ പിടിക്കൂ
അങ്ങനെ ചൊന്ന മോന്റെ ಬಗ್ಗೆ ഒരാൾ ചെന്ന അനുഭവം എങ്ങനുണ്ടു ഈ മോന് പഠിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു തൃപ്തി കിട്ടുക അവധില്ലാഹിനെ ശൈത്വാനിർ റജീം അപ്പോഴാണ് ചെല്ലണായത് എത്ര കണക്കെടുക്കറു പിടിക്കറു കാരണം കൊണ്ടൊരു പൈസ ഉണ്ട് ഇപ്പൊ ഗൾഫ് പോയിട്ടുള്ള പൈസ ഇത് നിങ്ങളത് കണക്കാക്കറു സാധ്യമാ ഇനി ദുനിയാവ് കൊടുത്തെങ്കും ആ ഉമ്മ തന്നെങ്കിൽ ഒരു തുള്ളി പാല് മുലപ്പാല് കണക്കാക്കൂ സാധ്യമേ അല്ല അപ്പൊ ഞാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചെന്ന് വന്നത് ഒമൻ അദറക വാലിദൈഹി ഔ അഹദഹുമാ ഫദഖല النار ഫഅബഅദഹു അല്ലാഹ് സ്വർഗ്ഗത്തെ തോട്ടം വേണുണ്ടായെങ്കിൽ മദീനത്തെ തോട്ടം തേടി ഓടണോണ്ടില്ല സ്വന്തം ഉമ്മയുടെ കാൽകളിൽ സ്വർഗ്ഗം ഉണ്ടോണ്ട് മനസ്സിലാക്കണോ ഞങ്ങൾ മനസ്സിലാക്കി കൊടുക്കണോ പ്രിയപ്പെട്ട സഹോദരന്മാരെ മദീനത്ത് പോയിട്ട് 8 നാൾ ജമാഅത്ത് കൂടിയെങ്കിൽ കാപ്പട്യത്തിൽ നിന്ന് മോചനം ഉണ്ടാവുള്ളൂ നരകത്തിൽ നിന്ന് മോചനം ഉണ്ടാവുള്ളൂ പഠിച്ചെങ്കിൽ ഞാൻ നല്ല കാൽനടിയിലെ ജമാഅത്തിക്ക് ഇന്ന് വരെ ആ ജമാഅത്തിന് ഞാൻ പോയിട്ടേ ഇല്ലാണ്ടായെങ്കിൽ ഇതിലെന്തരമാ ഒരു അനൗചിത്യം ഉണ്ടോ നമുക്ക് അവിടെമേ മനസ്സിലാക്കാം അല്ലാഹു തആല ഞങ്ങളെ ആക്കുമാറാവട്ടെ ഞാൻ ചൊന്നത് ഇസ്ലാമും ചൊല്ലത് സ്ട്രൈറ്റ് ആവും ഇസ്തിഖാമത്ത് ചൊല്ലേക്ക് ഇസ്ലാം നേരെ പോകും അവിടെ പിന്നെ വക്രത ഇല്ല അന്യന്യ ബഗ്ഗയില്ല നേരെ ഇസ്ലാം ചൊല്ലുന്ന സ്ട്രൈറ്റ് ആണ് വളരെ സ്ട്രൈറ്റ് ആയ ധർമ്മമാണ് ഇന്നലെ ഞാൻ മുണ്ടും ഒരാളൊട്ടിയെ ചൊന്നേ അയാൾ എന്തരമാ വേറെ ചൊന്തു ഇതിന്തല്ല ഇങ്ങനെ ചൊന്നു ഞാൻ കേട്ടോ ഇതേ ഇസ്ലാം നിങ്ങൾക്ക് ആര് ചൊന്നേ അയാൾ പേരിച്ച് ഇതേ ഇസ്ലാം ഉണ്ട് അയാൾ ഇസ്ലാമിടെ പറയില്ലേ എന്ത് ചൊന്നെങ്കിൽ ഇന്നലെ അയാൾ ഇസ്ലാമിടെ എന്ത് പറയല് കൊണ്ടുണ്ടാ ഗൊന്തില്ലാണ്ട് പോവാ അയാൾ പേരിച്ച് ഇതേ ഇസ്ലാമോ ഞാൻ കേട്ട ഇസ്ലാം ഇത് നിങ്ങൾക്ക് ആര് ചൊന്നേ ഞാൻ 5 മിനിറ്റ് ചൊന്നോളൂ ഇസ്ലാം ചൊന്നു എന്തിനാണ് ഇസ്ലാം ചൊന്നെങ്കിൽ ഇസ്തിഖാമത്തിൽ തെരുവാണ് നേരായിട്ട് തെരുവാണ് ഞാൻ ചൊന്നല്ലേ നിസ്കരിക്കുമ്പോ വരെ തഹജ്ജുദ് വെളിച്ചെങ്കെത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെഞ്ഞായിമാർക്ക് നിസ്കരിക്കലെങ്കെത്ത ടൈം ഒക്കുണ്ടായെങ്കിൽ അയാൾ അല്ലാത്ത ടൈം ഉണ്ടായ ഞങ്ങളെ വിളിച്ചിട്ട് വന്നു കാരണം നമുക്കും സ്വർഗം കൊടുക്കണല്ലേ എനിക്കൊരു നിസ്കരിക്കുള്ളൂ അതേ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹാക്ക് വിരേണ്ട ടൈമാണ് പെണ്ണിങ് അയലാവല്ല അങ്ങനത്തെ ടൈം ഉണ്ടായെങ്കിൽ പെണ്ണിങ് സുബഹിക്ക് എനിക്ക് നിസ്കരിക്കണോണ്ടില്ലല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് എങ്ങനെ എനിക്ക് ഇന്നലെ ഞാൻ തോന്നുന്നു എനിക്കുമ്പോ മെല്ലെ സൗണ്ട് താൻ കൂടെ തെല്ല് കേൾക്കാല സൗണ്ട് എന്തേ പെഞ്ഞായി ചേർത്തായിരുന്നാ ആ പെഞ്ഞായിയുടെ ഉറക്കന്ന് ഉണർന്നുകൊണ്ട് ഇത് വായിച്ചിരുന്ന ട്രെയിൻ നേതാവായിട്ടിരിക്കുന്നു ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഈ ടൈറ്റിൽ റഹ്മത്തുൽ ലിൽ ആലമീൻ ടൈറ്റിൽ ലോകത്ത് ഒരേ ആൾക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ ഇത് വെറുതെ ചൊന്നതല്ല നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ലോകത്തുള്ള മുഴുവൻ ആൾമാർക്ക് കാരുണ്യമായിട്ട് മാത്രമാണ് കടത്തിലേ അപ്പൊ അയാൾ വിചാരിച്ചിരുന്ന അങ്ങ ഇന്ത് കാട്ടിക്കൂട്ടുന്നതല്ല ഇസ്ലാം ഉണ്ട് അതെന്തോ അല്ല അങ്ങനെ ആരും വിചാരിച്ചിരുന്ന ഇസ്ലാം ചൊന്നെങ്കിൽ അത് നേരെ പഠിക്കുക അത് സ്വഹാബത്തിൽ നിന്ന് പഠിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളിൽ നിന്ന് പഠിക്കുക അതല്ലാത്തത് ഇസ്ലാം അല്ല ജാഥ പോയിട്ട് വന്നു ചെന്നാണ് ഞാൻ കണ്ടോട്ടിയെ കുറെ ബന്ധിക്കില്ല ബാവ നാണ് റായത്തെ വന്നല്ലോ സാർ റായത്തെ നിങ്ങൾ ജാഥ എങ്ങനെ ഉണ്ട് നോക്കാണ്ട് അങ്ങനെ ഊട്ട ജാഥ എല്ലാം നോക്കിയല്ലോ എന്തെല്ലാം സേത്ത് അങ്ങനെ അവിടെ പോയി നോക്കുമ്പോ സത്യമേ അല്ല ഇതെന്ത് ഇങ്ങനെല്ലാം ഉണ്ടാണ് ഇങ്ങനെയുള്ള 10 വാട്ടി ഉണ്ടു എന്തിനാ നക്കൊന്നില്ല നാളേക്ക് പോയിട്ടേ ഇല്ല അപ്പൊ ചെല്ലേ ഇങ്ങനത്തെതെല്ലാം ഉണ്ടാണ് അങ്ങനെ വിചാരിച്ചിട്ട് ഇസ്ലാമിൽ അങ്ങനെ ഉണ്ട് ഇസ്ലാമിൽ അങ്ങനെ എല്ലാം ഉണ്ടാ ഇസ്ലാമിൽ അങ്ങനെ എന്തോ ഇല്ലവാ അത് നല്ലത് സ്വന്തം ഇസ്ലാം അത് നന്റെ സ്വന്തം ധർമ്മം ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങളെ ധർമ്മം നിങ്ങൾക്ക് നന്റെ ധർമ്മം നിങ്ങൾക്ക് ഞങ്ങളത് ഇസ്ലാം ദീനല്ലേ ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം ചിലങ്കത് വലിയ കൊശേരി എന്ത് ജാതകോ എന്ത് ഭയങ്കര അത് എന്തല്ല അത് നാളെ എന്തരാക്കട കൊടുത്തുണ്ട് നന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപ്പിക്കൂടെ വെച്ചിട്ട് നന്റെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോമ്പലാക്കടെ വെച്ചിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിക്കടെ എന്നിട്ട് നബി എനിക്കേ നാളെ പോകുമ്പോ ഹൗദുൽ കൗസർ റെഡി ഉണ്ടോ എന്റെ പണ്ട് ഞാൻ ആക്കിയില്ല 1500 ഭയങ്കര റാലി അഞ്ചത്ര സുലാഭത്തിൽ കിട്ടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദീൻ എന്തിനും ബന്ധാവുന്നുണ്ടായെങ്കിൽ അക്ഷരങ്ങളിൽ നിന്നല്ല പഠിക്കണേ ഞങ്ങൾക്ക് മുന്നിൽ കഴിഞ്ഞു പോയ ഉലമാവുള്ള ആ സരണി അങ്ങ് ഒരാൾ പിന്തുടരാൻ അതാണ് ദീൻ ദീനും ചൊന്നെങ്കിൽ എന്തിനുണ്ട് അത് സരണിയുണ്ട് പരമ്പര ഉണ്ട് ഞാൻ ചൊന്ന ദീനല്ല നിങ്ങൾ ചൊന്നും ദീനല്ല ഇന്നമദ്ദീനുൽ ഇസ്ലാം ദീനും ചൊന്നെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും അവിടെ ഇങ്ങനെ പറഞ്ഞു അതൊരു മാതിരി ബാക്കിൽ കാട്ടുക സാധ്യമാവും ഇന്നമദ്ദീനുൽ ഇസ്ലാം വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ അങ്ങനെ ഒരു സരണി അങ്ങനെ ഒരു പരമ്പര ഇല്ലാണ്ടെങ്കിൽ ആരും എന്തും ചൊന്നുകൊണ്ടിരിക്കാറ് നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ ചൊല്ല അവന് തോന്നിയത് അവൻ ചൊല്ല അങ്ങനെ ചൊല്ലതാവില്ലേ ഇസ്ലാമും ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിപാട്ടിയത് സ്വഹാബത്ത് വഴിപാട്ടിങ്കത്തെ ആ പരമ്പരയിലൂടെ കണ്ടതാണ് ദീൻ അപ്പൊ ഞാൻ ചൊന്നത് എല്ലാത്തിനും തെളിവുണ്ടോ നിയമമുണ്ടോ സ്ട്രൈറ്റ് ആണ് ഇസ്ലാം മക്ക വെഞ്ഞായുള്ളെങ്കത്തെ ഒരാൾ അങ്ങളെ പട്ടിണി കിട്ടിട്ട് അവൻ എവിടെയും പോകും തീറ തൃപ്തിയാവില്ല സ്വർഗം കിട്ടും പേരിക്കണ്ട ചൊന്നത് 500 വർഷത്തിന് മുമ്പ് ഞങ്ങളെ റായത്ത് ദീൻ ഹയാത്താക്കി ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ റളിയല്ലാഹു അൻഹു അയാൾ അതിക്കിയത്തിലാണ് ചൊന്നേ
നീന് മൊഴിയിലായ ആള് പെഞ്ഞായി മക്ക കൊണ്ടുണ്ടായെങ്കിൽ ഞാൻ വലിയ ഔലിയ നാ വലിയ അയാളും ചൊന്നിട്ടു അങ്ക് തിന്ന കൊടുക്കാണ് കൊണ്ടതൊക്കെ ഊതിറ നിന്റെ കർത്തവ്യം എന്തിനെന്ന് ചൊന്ന് ഇതാണ് നിക്ക് സ്വർഗം കിട്ടുക ഇതിലൂടെ ആയിട്ട് ബഹുമാനപ്പെട്ട മഹ്ദൂം തങ്ങളാണ് വഴിപാട്ടി കൊണ്ടുള്ളത് അങ്കേ കേട്ട മഹ്ദൂം തങ്ങളാക്കി ഞങ്ങളെ പള്ളിയിലെ ഞങ്ങളെ ദർശന പേര് മഹ്ദൂം തങ്ങളെ പേരിലാണ് മഹ്ദൂം തങ്ങളാക്കി വിവരമുള്ള കേട്ട ഒരാൾ കഴിഞ്ഞ 500 വർഷത്തിൽ ഞങ്ങളെ കേരള കർണാടകത്ത് വന്നതും ചൊന്നെങ്കിൽ അത് സമർപ്പിച്ചിട്ട് ഈ പണിപ്പാട്ട സാധ്യമേ അല്ല അങ്ങനത്തെ ഒരാൾ വന്നിട്ടേ ഇല്ല കാരണം പൊന്നാനിലെ മലബാർ മക്ക മക്കത്ത് മലൈബാറിന്റെ മക്കയാണ് പൊന്നാനി ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു വന്നിട്ട് കേരളത്ത് കർണാടകത്ത് ഇസ്ലാം ഹയാത്താക്കിൽ അതിൽ പിന്നത്തെ കുറച്ചു കാലത്തെ ചരിത്രം കാണ്ടില്ല എവിടെ പോയി തോന്നിട്ടു പിന്നെ രണ്ടാമത് ദീൻ ഹയാത്താക്കിയെങ്കിൽ ഏറ്റവും വലിയ മുജദ്ദിദാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീനുൽ മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു പൊന്നാനിൽ പള്ളി ഉണ്ടാക്കിയ കേട്ട മഹാൻ ആ മഹാനാണ് നമുക്ക് കുറെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു തന്നത് നിന്റെ ലൈഫ് എങ്ങനെ വേണോ നീ എങ്ങനെ വേണോ നിന്റെ ഇസ്ലാം എന്തിന് ഇതെല്ലാം നമുക്ക് പരിപാടി തന്നത് അപ്പൊ ഇക്കട്ട് ഞാൻ ചൊന്നത് അപ്പവും പടെ ഒഴിവാക്കിയിട്ട് ഏതോ കാര്യത്തിൽ പോണ്ടെങ്കിൽ ഒരാൾക്ക് സ്വർഗം കിട്ടില്ല എന്റെ ചൊന്നേ കിട്ടില്ലമേ ഇനി സ്വർഗത്തിൽ പോണു ഏതാ ഒരു പിന്നെ അഡ്ജസ്റ്റ്മെന്റ് തരുന്നുണ്ട് ആരംഭിക്കണ്ട സ്വർഗത്തെ എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് പോകാവിടെ ക്യൂ നിന്നിട്ടിക്കാറല്ലേ ക്യൂ നിന്നിട്ടില്ലെങ്കിൽ ചിലപ്പോ മെല്ലെ ക്യൂ ഒഴുകുന്നുണ്ട് കാരണം 2 കിലോമീറ്റർ ക്യൂ ഉള്ള അപ്പൊ മെല്ലെ ആരും ബന്ധവത്ത പോലെ ഓടിയിട്ട് ക്യൂ ഒഴുക നിന്നിട്ട് അതിവിടെ ബിരിയാണി കിട്ടും നെയ്ച്ചോറ് ബിരിയാണി ഞാൻ കാത്തു നിന്നെ അങ്ങനെ സ്വർഗത്തവിടെ പോകുക ആരും സാധ്യമേ അല്ല കാരണം ആകാശഭൂമിയുടെ പട്ടാളം കൊണ്ട് നിറച്ചെത്ത ആളാണ് അള്ളാഹു താല മലായിക്കത്ത് പട്ടാളം അത്ര ഉള്ളൂ അവിടെ എല്ലാം കാണുക സാധ്യമാണ് ആ പട്ടാളത്തെ ഇനി എല്ലാവർക്കും മലായിക്കത്തിനുള്ള പട്ടാളം സൈന്യാണ് പഠിച്ചോണ്ട് സൈന്യത്തെ കണക്കാക്കും ലോകത്തൊരാളും സാധ്യയില്ല ചൊന്നത് ഖുർആനാണ് അത്ര ഉണ്ട് പട്ടാളം അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അതുപോലെ കുറുക്കു വഴിയും ചൊല്ല വക്രത്തിലൂടെ എങ്ങനെയെങ്കിലും ഷോർട്ട് വേ ആ വേലോടെ സ്വർഗത്ത് നാനൊന്ന് തുള്ളിപ്പോവാൻ നക്ക് വിചാരിക്കും സാധ്യമേ അല്ല നിയമം എല്ലാവർക്കും ഒന്നാണ് നിയമം ഞാൻ ചന്ദ്രൻ കൊണ്ടില്ല നിയമം എല്ലാവർക്കും ഒന്നാണ് ലോകത്തുള്ള ഏത് ആൾമാർക്കും നിയമങ്ങളുണ്ട് പിന്നെ ചില ആൾമാർ ബൈ ചാൻസ് രക്ഷപ്പെടുവാർ ഞാൻ ചന്ദ്രൻ ബൈ ചാൻസ് രക്ഷപ്പെടുന്നെങ്കിൽ ചാൻസിലൂടെ രക്ഷപ്പെടുന്നത് അതാണ് അത് എന്തിനു ചൊല്ല ഈ ഭാഗ്യ നസീബാണ് എല്ലാവർക്കും ഇപ്പൊ ഭാഗ്യം കിട്ടുന്നുണ്ട് അവന്റെ നസീബുണ്ടുള്ള ഈ ഭാഗ്യക്കൂലി ഉണ്ടാക്കാറല്ലേ ലാട്ടറി അത് നിഷേധിച്ച് എന്തെങ്കിലും ഒന്ന് ഇരിക്കുവാനായിട്ട് കാരണം ഒരു 1 ലക്ഷം ആൾമാർ ഇതെടുക്കണേ എടുത്തിട്ട് എല്ലാവരും കാത്തോണ്ടിരിക്കാറ് നക്ക് കിട്ടും കിട്ടുന്നവർക്ക് മാത്രം ഞാൻ അങ്ങനത്തെ സ്കീം ഇവിടെ അവന്റെ വീഡിയോ വന്നിട്ട് അവനോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഹിന്ദുരാള് ഞങ്ങൾ ഇത്ര ടൈം ആയിട്ട് കൊടുക്കും സുഖമാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിത്താൻ കേൾക്കേ നിക്ക് കിട്ടില്ല കൊണ്ടില്ല പിന്നെ നീ എടുക്കോ പോയി കിട്ടില്ല ഒത്തക്കെ കിട്ടേ അതിന് മനുഷ്യരൊരു ആശയാണ് കിട്ടാൻ നോക്കാണ് എത്ര വർഷത്തിൽ പിന്നെ ലാട്ടറി എടുക്കണമെങ്കിൽ എത്ര ആൾമാരുള്ള ഡെയിലി 100 രൂപ കൊടുക്കണേ പുതിയ നല്ല ടിക്കറ്റ് നോക്കിയിട്ട് എടുക്കണേ നമുക്ക് വണ്ടിന്റെ പേര് എവിടെ വണ്ടി എത്ര വർഷമായിട്ട് വണ്ടേ ഇല്ല അവിടെ പൈസമേ പോയി ഇതാണ് ഇസ്ലാം വന്നിട്ട് ആദ്യം അതിനെ നിഷേധിച്ചിട്ട് ഇങ്ങനത്തെ സ്ഥലത്ത് പോകണ്ടാവാ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഞാൻ ഒരാൾ 25000 പെട്ടി ഡെയിലി 800 രൂപ ഉണ്ട് കൂടാ എല്ലാവരും കൂടിയാണ് ലിസ്റ്റ് എല്ലാം കൂടെ ഞങ്ങൾക്ക് കൂടാ കാരണം നല്ല ആൾമാരെല്ലാം ഉള്ള ലിസ്റ്റിലുണ്ട് ഡെയിലി 25000 പെട്ടി ഞാനത് പ്രൊമോട്ട് ആക്കാൻ എന്തല്ലോ അത് ഹറാമുണ്ട് പച്ച ഹറാമാണ് അങ്ങനത്തതല്ല അപ്പോ അങ്ങനെ ഡെയിലി വണ്ടി 800 രൂപ 50 രൂപ ഇടണം 50 പെട്ടി ഡെയിലി 1600 മന്ത് യാ റബ്ബി 1600 നൈറ്റ് കിട്ടുന്ന സുവൈഡ് വെച്ച് പോയി തോന്നിട്ടെങ്കിൽ 500 രൂപ കിട്ടണം 600 രൂപ കിട്ടണം ഇവിടെ ഒരു നാൾക്ക് എത്ര പൈസ കിട്ടിയിട്ട് അങ്ങനെ 50,000 വാങ്ങിട്ട് അഞ്ഞത്തെ കടാക്കി വന്നിട്ട് 1 ലക്ഷം ഇട്ടാ 2 ലക്ഷം ഇട്ടാ 5 ലക്ഷം ഇട്ടാ എത്ര പൈസ ഡെയിലി കിട്ടിയിട്ട് അങ്ങനെ കുറെ ആൾമാർ നോക്കുമ്പോ നയിക്കോ കൊണ്ടുള്ള തടി പൊടിയാക്കിയിട്ട് നയിക്കോ കൊണ്ടുള്ള എന്തേ തെച്ചവിടെ വണ്ടല്ലേ എത്ര നാളോ തെച്ചവിടെ വണ്ടില്ല അത് കുറച്ച നാൾ മാത്രമാണ് നിന്റെ കയ്യിൽ എടുത്തതിരമേ ഉണ്ണക്ക് തന്നോണ്ടുള്ളേ പിന്നെ നിങ്ങളുടെ ഉറപ്പല്ലേ വട്ടിയിൽ അധിഷ്ഠിതമായ എന്തെല്ലാം ആർത്തികത ഉണ്ട് അതെല്ലാം സർവനാശാവുള്ളതിൽ സംശയമേ ഇല്ല சொன்னது ഖുർആനാണ് യംഹഖുല്ലാഹു റിബ വയുർബി സ്വദഖാത്ത് വട്ടിയുടെ അല്ലാഹു മായ്ച്ചു കളയില്ല സ്വദഖത്ത് അല്ലാഹു വളർത്തുറാണ്ട് சொன்னது പരിശുദ്ധ ഖുർആനാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അപ്പോൾ ഞാൻ சொன்னது ഒരിക്കലും സ്വർഗത്തിൽ പോകുന്നത് ഏതോ ഒരു അഡ്ജസ്റ്റ്മെന്റ് വഴിയിലൂടെ പോകാവുന്ന വിചാരിക്കേണ്ട നിയമങ്ങൾ എല്ലാവർക്കും ഒന്നാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ അതെല്ലാവർക്കും ഉണ്ട് അങ്ങ് പാലിച്ചേ തീരൂ ഞാൻ പാലിക്കില്ല ഞാൻ ഭയങ്കരല്ലേ ഞാൻ ഈ പള്ളിയിലെ മുദരിസല്ലേ അതുകൊണ്ട് പള്ളിയിലെ മുദരിസ് എന്നതുകൊണ്ട് നിയമങ്ങൾ പാലിക്കുകയില്ല നിയമം ഒന്നാണ് തക്കവർക്ക് മാർക്കും അത് വേറെ വിഷയം നിയമം ഇസ്ലാമിന്റെ നിയമം എല്ലാവർക്കും ഒന്നാണ് അത് എല്ലാവരും പാലിച്ചേ തീരൂ പിന്നെയോ ബൈ ചാൻസിൽ സ്വർഗത്തിൽ പോവാം അത് അവന്റെ നസീബാണ് ചാൻസാണ് ഒരാൾ റായത്തിൽ പോകുമ്പോ ഗാഡിയിൽ പോകുമ്പോ അയാൾ എന്താക്കിയിട്ട്
ബെൽറ്റ് ഇടാണ്ട് പോയിട്ട് പേരിക്കുള്ള ഗാഡിയുടെ നിയമം പാലിക്കാണ്ട് പോയിട്ട് 2-3 പക്ക പോലീസ് ഇന്ന് ആരും ഉണ്ട് നോക്കിയില്ല അമ്മ ഉണ്ട് കണ്ടിട്ടില്ല ആരും കൊടുത്തില്ല ഓണ്ട് പിടിച്ചില്ല എല്ലാവരും പിടിച്ചോണ്ടുള്ള അപ്പൊ റായത്ത് പോയിട്ട് ഫോൺ ആക്കടെ വേറെ കുറെ ആൾമാർക്ക് ഭർത്തായില്ലാറ് അങ്ങനെയില്ല നിങ്ങൾ ബെൽറ്റ് എന്തിനോട്ടില്ല നിങ്ങൾ ആറാമ പറഞ്ഞു തൊന്തര എന്തില്ല എന്തോ ആക്കില്ല പോലീസ് പിടിക്കലേ ഇല്ല എന്നെ എതിരിൽ 3 പോലീസ് ഇന്ന് 3 പോലീസ് പോകട്ടെ 2ാമത്തെ ബെൽറ്റ് ഇടാണ്ട് പോയാ 1ാമത്തെ പോലീസ് അവന്റെ പിടിച്ച എല്ലാരും പിടിച്ചാറ് കാരണം പോലീസ് നിയന്ത്രിക്കേ നേരത്തെ പോയോ അത് ബൈ ചാൻസ് ബച്ചാവായതാണ് അതിന് മോൻ എന്താക്കൂതീറ ഇതേ നിയമമാണ്ടോ വിചാരിച്ച അത് നിയമല്ല നിയമം അതെന്തോ അല്ല ഇസ്ലാം ചൊന്നെങ്കത്തെ നിയമങ്ങൾ അത് മേൽ മുതൽ കീഴ് വരെ ആരെല്ലാം ഉള്ള എല്ലാവർക്കും ബാധക്കാണ് ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാൻ പോകണമെങ്കിൽ താഴ്മാറുള്ള ടിക്കറ്റ് എടുത്തിട്ടേ പോകണു ടിക്കറ്റ് എടുക്കാൻ പോതീറ അപ്പൊ പോയെങ്കത്തെ ഒരുത്ത എങ്ങനെ തന്നെ ബച്ചാവോടും കക്കുസുറൊന്നും കണ്ടു കുറെ ആൾമാരല്ലേ എന്ത് കേൾക്കുമ്പോ അവന് ഈ ഒരു 30 എടുക്കുമ്പോ ആശ ട്രെയിനിന്റെ ടിക്കറ്റ് എടുക്കില്ലേ എത്ര ഭംഗുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ പോയി ചാൻസ് രക്ഷപ്പെട്ടു നിയമം പാലിച്ചിട്ട് ഓർത്ത് പോയാണ്ടായെങ്കിൽ ദുനിയാവിലാണ് ദുനിയാവിൽ അള്ളാഹുടെ നിയമങ്ങൾ ഞാൻ പാലിക്കാണ്ടായെങ്കിൽ പഠിച്ചോണ്ട് എന്നുള്ള പേടിയില്ല പോലീസിനെ ഇവ നന്റെ ഇപ്പൊ പോലീസ് വന്ന് പിടി അള്ളാഹുക്കാക്കട്ടെ പോലീസ് വന്ന് പിടിക്കൊണ്ടുള്ള പേടിയില്ല എന്ത് അങ്ങനത്തെ ഒരു പതിനാറ് നീ ആരും ആക്കിയിട്ടില്ലല്ലോ അള്ളാഹു നിങ്ങളെ കാക്കട്ടെ പോലീസ് ഇപ്പൊ പണ്ട് പിടിക്കുന്ന ബേജാറുണ്ട് അപ്പൊ ഞാനിപ്പോ ഹജ്ജ് പോകും എത്ര പോലീസിലെ 1,25,000 പോലീസോ അഞ്ഞ പോലീസ് ഇഞ്ഞ പോലീസ് എന്നെ നോക്കി അങ്ങനെ കാണും ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എവിടെ പോയി അത് കൊടുത്തില്ല അവസ്ഥയില്ല ആ ടൈമിൽ അഞ്ഞ പോലീസ് ഞങ്ങളുടെ കളത്തിലൊരു മാല ഉണ്ട് ഞങ്ങൾ അങ്ങനെ എതിരിലേ പോകണ്ടേ ഞങ്ങളുടെ ടീ പോട്ടെ പോട്ടെ ഞങ്ങൾ കൈ കൊടുക്കൂടെ പോലീസ് ഒരു പേടിയില്ല അതേ സമയത്ത് പേടി ഉള്ളങ്കത്തെ ആളുണ്ട് ആറ് വന്നു ഈ കാലത്ത് മാല ഇല്ലാത്തോ മറ്റേ ഇതില്ല അവൻ്റെ അധികൃതമായ ഡോക്യുമെന്റ് ഇല്ല അയാൾ കട്ടിട്ട് പോണ്ടേ ചില ആൾമാരെ പിടിച്ചിടാറ് എന്റെ ചൊന്നെങ്കിൽ ഗവൺമെന്റ് ചൊന്നെങ്കത്തെ ഡോക്യുമെന്റ് നിയമം പാലിക്കാത്ത കേട്ടാൽ പേടിച്ചിട്ടേ പോണാവൂ ഇത് ദുനിയാവുടെ വിഷയം ഉണ്ടായെങ്കിൽ ഇപ്പൊ പോലീസ് 100,000 പോലീസ് 500 പേർക്ക് എന്നൊക്കെ ഞാൻ കൊണ്ട് പോലെ എന്ത് പിടിക്കുന്നുണ്ടില്ല പോലീസ് തന്നെ എന്ത് പിടിക്കുന്നു പിടിക്കുന്ന അഗത്യന്തരവുള്ളൂ അതേ സമയത്ത് ഒരാൾ തപ്പാക്കിയവനുണ്ടായെങ്കിൽ അവന്റെ തപ്പാട് പോലീസ് അന്യ കാണുമ്പോ തപ്പാട്ടില്ല ഹെൽമെറ്റ് ഇടാണ്ട് പോണ്ടെങ്കിൽ താഴ്വാരെ കാണ്ട് എതിരിൽ പോലീസ് എന്നിട്ട് പറഞ്ഞ ചെണ്ടാർ അഞ്ഞുള്ളാറ് അങ്ങ് ഇഞ്ഞതിന്റെ അച്ഛനൊക്കെ ഓടിക്കുന്നത് എത്ര ആൾമാരെ കാണും സൈഡിൽ നിന്നിട്ട് ജണ്ടാലെ തല തൊപ്പില്ല അച്ഛനാക്കി ഓടിക്കുന്നത് എന്റെ നിയമം പാലിക്കുകയില്ല ഞാൻ ബാംഗ്ലൂർ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ബസ്സിലൂടെ വരുമ്പോ ബൈക്കിൽ പോയി ചെന്നതാണ് കാറിൽ പോയിട്ട് ഇനി ബസ് കിട്ടാണ്ട് അവിടെ വിഷയം വേണ്ട ട്രാഫിക്കിൽ ബാക്കിയായിട്ട് അപ്പൊ നോക്കുമ്പോ എന്നറിയില്ലേ ഹെൽമെറ്റ് ഇല്ല ഹെൽമെറ്റ് അയാളൊട്ടി വിടും നാ കേട്ട ഇത് മെയ്യവിടെ കേട്ട ഇത് ഹെൽമെറ്റ് എല്ലാവരും കേട്ട് ഈ ഹെൽമെറ്റ് മെയ്യവിടെ തമാശരി ഇല്ല ഹെൽമെറ്റ് വേണം അപ്പൊ എന്താക്കി വേറെ ഒരുത്തര ഹെൽമെറ്റ് എടുത്തിട്ട് ഇട്ടിട്ട് വന്നേ ജണ്ടാൾ അപ്പൊ ഞങ്ങൾ പറയുമ്പോ ഞങ്ങൾ എതിരിലെ ജണ്ടാൾക്ക് തലയിലെന്തും ഇല്ല അവൻ നിപ്പാട്ടിയ പോലീസ് ഞങ്ങൾ എന്തിപ്പാട്ടെ ഞങ്ങൾ 6ാമ വേഗം എത്തി ബസ്സിലാക്കി 3 ഗಂಟೆ മുന്നേ എത്തിയിട്ട് അപ്പൊ ഞാൻ ചൊന്നത് നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ് തലയിൽ മുണ്ടാസ് വെച്ചിരുന്നിട്ട് നിപ്പാട്ട് പിന്നെ നിപ്പാട്ടാണ്ടിരിക്കില്ല നിയമങ്ങൾ കറക്റ്റ് പാലിക്കണോ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാണ്ട് പോയെങ്കിൽ ഒരാൾ അഞ്ഞ തുള്ളി എന്തെല്ലാം ആയിട്ട് ബച്ചാവായ അവൻ പിന്നെ എല്ലാവരും ഫോണാക്കിയിരിക്കില്ല നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വന്ന എന്തോ ഇല്ല അതെന്ത് വിഷയം ഹജ്ജിലെ ഞാൻ പറഞ്ഞു കുറെ ആൾമാർ എന്താക്കി ചെന്നെങ്കിൽ ലഗേജ് എല്ലാം പൊട്ടുവാട്ടിട്ട് ബച്ചെറിഞ്ഞാൽ തണ്ണി എല്ലാം ലഗേജിൽ തണ്ണീനെ പിടിച്ചാൽ അഞ്ഞ വീഡിയോ വന്നു എന്തിനടുത്ത നിങ്ങൾ ലഗേജിൽ തണ്ണിയിട്ടവരാണ് അതെ അത്ര എന്താ ഗ്രൂപ്പിൽ വോയിസ് പണ്ട് കുറെ ആൾമാർ ബച്ചാവായിടാറ് അങ്ങനെ തൊട്ടിട്ടേ ഇല്ല അപ്പൊ അങ്ങനെ ചൊല്ലിട്ട് എന്ത് തൊന്തരയില്ല ഞങ്ങളുടെ ലഗേജിൽ ഇത്ര തണ്ണി പോയിട്ട് ഇട്ടവർ തണ്ണി അങ്ങനെ ചെന്ന് അതിൽ കേട്ടിട്ട് ഇട്ടവരാ തണ്ണി പോയി ഞങ്ങളെല്ലാം പിടിച്ചാറ് അവിടെ നിങ്ങളത് പൊട്ടുപാട്ടിയാറ് അവന്റെ വയസ്സിലും നമ്പിയങ്കാവാ അതൊന്നും ചാൻസലർ എന്ത് ബച്ചാവായി പോയോ ഇതേ വിഷയമാണ് സ്വർഗത്തോടെ അങ്ങനെ ആവാം ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്ത് ഇല്ലെങ്കിൽ വെറുതെ കാണും ഇത്ര കഷ്ടപ്പെട്ട് സഹാബത്ത് ഇത്ര കഷ്ടപ്പെട്ട് അയിമത്ത് ദീൻ നമുക്ക് ഇത്ര എത്തുവാട്ടി തന്ന് ഇത്ര നിയമങ്ങൾ ചൊല്ലുന്നത് വെറുതെ കണ്ടല്ല നിയമങ്ങൾ കറക്റ്റ് പാലിച്ചേ പറ്റൂ നാളെ ആഖിറത്തിൽ ബച്ചാവാവിടെ ഏതോ ഒരുത്ത ചാൻസ് ബച്ചാവായ വേറെ വിഷയ അത് ഞങ്ങൾ ഉണ്ടകയില്ലേ കൂടെ നിയമങ്ങൾ ആണായാള് പെണ്ണായാള് A to Z എല്ലാ ആൾമാരും പാലിച്ചേ പറ്റൂ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിപാട്ടിയതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ അവസാനിപ്പിക്കല ചൊന്നത് ബാപ്പ ഉമ്മ ഹയാത്തിക്കുമ്പോ അങ്ങളെ ഹിദ്മത്താക്കിയിട്ട് സ്വർഗം കിട്ടില്ലാണ്ടായെങ്കിൽ അവൻ ഏതായാലും നരകത്ത് പോയ ഒന്നു രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ദൂരാവട്ടെ ചൊല്ലെങ്കത്തെ ദുആയാണ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ സയ്യിദുനാ അബൂ ദർദാ റളിയല്ലാഹു അൻഹു അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ വന്നു അയാൾ വന്നിട്ട് ചെല്ലേണ്ടത് വന്നു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കൽബ് ഭയങ്കര ഗട്ടി എന്ത് ചെന്ന് നാട്ടിലെ ഭയങ്കര കസ്വത്താണ് അപ്പൊ കേക്ക് നിന്റെ കൽബ് ഗട്ടിയല്ലേ അതൊന്ന് സോഫ്റ്റ് ആവുക എനിക്ക് ഇഷ്ടമുണ്ടാകും
കൽബ് സോഫ്റ്റ് ആവും. അതുപോലെ നിന്റെ ആവശ്യം നിനക്ക് കിട്ടണമെന്നുള്ള ആശ ഉണ്ടാ എങ്കിൽ ഇർഹമിൽ യതീമ, വിഷയം സിമ്പിളാണ്. യതീമിടൊന്ന് കാരുണ്യാക്കൂ. ഈ ക്ലാസ് തെറ്റെങ്കിൽ താൽമാരൊട്ടി ഞാൻ ചൊല്ല ഇണ്ടൊന്ന് അന്വേഷിക്കാം, ഞാൻ അടക്കം യതീമാറുള്ളാരുണ്ടോന്നു. എന്നിട്ട് ഞങ്ങളൊന്ന് തല തൊടാം, എന്നിട്ട് ഞങ്ങൾക്ക് ഒരു 100 രൂപ കൊടുക്കാം. യാറെ കൊടുക്കുക അവിടെ യാറെ കൊടുക്കാം. നോക്കുക ആ നാളുടെ മഹത്വം എത്രയാണ് നോക്കൂ. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടി വന്നിട്ട് കേസ് ചൊല്ലു. ഡെയിലി അങ്ങനെ ആക്കുള്ള, ഡെയിലി അങ്ങനെ ആക്കുള്ള. ഒരു മനുഷ്യർ ഏറ്റവും വലിയ പിന്നെ പേന എന്തിനും ചൊല്ലുന്നത് കൽബ് നല്ല സോഫ്റ്റ് ആയിട്ട് വീണു. ഇത് എങ്ങനെ നോക്കിയും കൽബ് സ്ട്രോങ് ആയിക്കില്ല. താണ്ടാണ്ട് അവിടെ മനുഷ്യന്മാർക്ക് അഞ്ഞ കുത്തിക്കൊണ്ടിരിക്കുക പോയിട്ട് പെഞ്ഞായിരൊട്ടിയെ പോയിട്ട് താണ്ടോ, പിന്നെ റായത്തങ്ങളൊട്ടിയെ താണ്ടിക്കൊണ്ടിരിക്കുക, ഊർജൊട്ടിയിരിക്കുക. എപ്പോ നോക്കി എന്തുകൊണ്ട് സംഭവിക്കുന്നത് ചെന്നെങ്കിൽ ആ കൽബ് അങ്ങ് ഗട്ടിയായി പോയിട്ട് എന്തിനു ചൊന്നും കരുത്ത് നാട്ടിലെ ഖുർആൻ ചൊന്നല്ല അശബ്ദ കസ്വ, അത് പാറക്കല്ലുടെ ആട്ടി ശക്തമാണ്. എന്തായിട്ട് മനുഷ്യരുടെ കൽബിയുടെ ಬಗ್ಗೆ ഖുർആൻ ചൊല്ലത് ഇത്ര ശരിയുള്ളെങ്കിൽ കൽബിയുടെ ಬಗ್ಗೆ ഖുർആൻ ചൊല്ല അത് പാറക്കല്ലുടെ ആട്ടി കസ്വം ഗട്ടിയാണ്. എന്തേ പാറക്കല്ലിൽ നിന്ന് പൊട്ടിട്ട് തണ്ണി വണ്ടല്ലേ. ചില കൊല എവിടെ ഉദിച്ചില്ലെന്ന് കേട്ടെങ്കിൽ പാറക്കല്ലിൽ നിന്നാണ് ഉദിച്ചു വന്നോണ്ടുള്ളത്. ഇങ്ങനത്തെ പൊട്ടവും തീരാത്തെങ്കെത്ത പൊട്ടോട്ടോവാത്തെങ്കെത്ത പാറയുടെ ഉൾഗത്തെ തണ്ണി വണ്ടുണ്ടായെങ്കിൽ മനുഷ്യരുടെ കൽബ് അതിരാട്ടി ഗട്ടിയാണ്. സമാവില്ല, ഭയങ്കര ഓവർ ഗട്ടിയായിട്ടുള്ളൂ. 4 ഗട്ടിയായിട്ടുള്ളൂ. എത്ര കണ്ട് കുറ്റങ്ങൾ ആക്കണമോ, എത്ര കണ്ട് കളവ് ആക്കണമോ അത്ര കണ്ട് മനുഷ്യരെ കൽബങ്ങ് ഗട്ടിയാവുള്ളൂ. ഇത് സോഫ്റ്റ് ആവുള്ള ഒരു മാർഗം ചൊന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇർഹമിൽ യതീമ, യതീമു നീ കാരുണ്യം കാട്ടണോ. വംസഹ റഅസഹു, യതീമുടെ തല തടകണോണ്ടാണ്. യതീം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ യതീമായക്ക് അവിടെ തലയിങ്ങ് തടകണോ. എന്നിട്ട് അത്ഇംഹു മിൻ തആമിക, ഏതോ ഭക്ഷണം എടുത്തു കൊടുക്കണോണ്ടല്ല, നക്കെന്താണോ ഭക്ഷണം ഞാൻ എടുക്കുന്നത് ഏറ്റവും മുന്തിയ ഭക്ഷണം ഞാൻ ആക്കാൻ ആ ഭക്ഷണമേ യതീമുകൾക്കും പോയി കൊടുക്കണോണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്റെ വീട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണമാക്കിയിട്ട് യതീമുകൾ എന്തോക്കും പോയിട്ട് കൊടുക്കുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാമാണ് പഠിപ്പാട്ടി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് ചൊന്നെങ്കിൽ ഞാൻ അതാ ചൊന്നെ ഇന്നലെ ചൊന്നാലോട്ട് ഇസ്ലാം ചൊന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയതിന്റെ പേരിക്കണ്ട. ഞാനൊരു അക കെട്ടുമ്പോ അപ്പുറത്ത ഉണ്ട അകത്ത് കാത്ത് തടയുക തീരാണ്ട് പരിപാടിയിട്ട് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാമായിട്ട് അപർത്തൗത്തമുണ്ടോ കാത്തു തടയണ്ടാണ് പരിപാടിയിട്ട്. നന്റേതേ ജാഗയില്ലേ, നാനേ അല്ല ഇത്ര പൈസ കൊടുത്ത്, നാനേ അല്ല ഒകെട്ട് പൈസ എന്താണ് അന്ന് കേട്ടിട്ട് കാര്യമില്ല. നീ മുസ്ലിം ആണോ, ഇസ്ലാമിന്റെ അനുയായിയൊക്കെ അന്യമുണ്ടായി ഉപ്പതറാക്കണ്ടാണ് പരിപാടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഔത്തും നന്റെ ഔത്തും മക്ക ഉള്ളാർ. ആ മക്കൾക്ക് ഫുഡും സാധനങ്ങളെല്ലാം കൊണ്ടുപോകുമ്പോ അപ്പുറത്തിപ്പുറത്ത് പാവപ്പെട്ട മക്ക ഉള്ളാറ് അങ്ക് കാട്ടിട്ട് ഇങ്ങനെ കൊമ്പോണ്ട, കാട്ടിട്ട് കൊമ്പോണ്ട അങ്ക് നീ കൊടുക്കണോണ്ട് പരിപാടിയിട്ട് പരിശുദ്ധ ഇസ്ലാം. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഈ ആളുകളുടെ വിശദീകരിച്ചു. നന്റെ ഔത്തും നല്ല ഗമഗമ ഫുഡായിട്ടുണ്ട്, സ്മെല്ല് ഇങ്ങനെ വന്നോണ്ടുണ്ട് എങ്കിൽ നീ മാത്രം തിന്ന ഉദീറ, നിന്റെ നിരക്കരൽ ആരെല്ലാം ഉള്ളാറ അങ്ക് നീ കൊടുക്കണോ. നിന്റെ അയൽവാസികളെ ശ്രദ്ധിക്കണോണ്ട് പരിപാടിയിട്ട്. ഇറച്ചില്ല നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാശില്ല എന്തിനാക്കണോ, കാശ് വേണ്ടല്ലേ, ഒരു പീസായും തൊന്തരയില്ല, ചാർജല്ലേ ആറാക്കുന്ന പരിപാടിയിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ പഠിക്കുന്നതാണ് നീ. അപ്പോഴാണ് നിങ്ങൾക്ക് മഹബത്ത് കൂടുതലേ മുട്ട കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ ഇങ്ങനെല്ലാം ഉണ്ടാ ദീൻ, ദീനും ചൊന്നെങ്കിൽ ഇതാണ്. അപ്പോഴാണ് നമുക്ക് ഉണ്ടാവിടെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യതീമു നീ കരുണ കാട്ടണു. വംസഹ റഅസഹു, യതീമുടെ തല നീ തടകണു. യതീമു നിന്റെ ഭക്ഷണം നീ കൊടുക്കണു. യലിൻ ഖൽബു, നന്റെ വീട്ടിൽ നന്റെ പുള്ളിമാർ തിന്നരക്കത്തെ ഏറ്റവും മുന്തിയ ഭക്ഷണമില്ലേ, ഏറ്റവും നല്ല ഫുഡില്ലേ, ഏറ്റവും നല്ല പിന്നെ ഗൾഫിടെ കൊമ്പന്നേക്കത്തെ സാധനങ്ങളില്ലേ, അതാണ് ഞാൻ തിന്നത്. ഞാൻ തിന്നത് നന്റെ മക്കളാണ്, നന്റെ യതീം മക്കൾ അതാണ് ഞാൻ കൊടുക്കണേ. അപ്പുറത്തെ പാവത്തുള്ള എനിക്ക് അതാണ് കൊടുക്കണേ. ഫുഡാക്കിയിട്ട് നെനപ്പേ ഇല്ല, അമ്മ ആക്കിയിട്ടാകുമ്പോ യാറായത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടു, പിന്നെ തിന്നാൻ നാളെ തിന്നിരിക്കും, നാളെക്കല് തിന്നിരിക്കും. ഇനി പയ്യാവത്തുള്ള ആറും തിന്നത് അതില്ല ആവില്ല എനിക്ക്. അപ്പൊ നമ്മൾ എന്താക്കാം, അപ്പൊ കൊടുക്കാം. അപ്പുറത്തം കൊടുക്കാൻ ചൊന്നെങ്കിൽ ഈ സദക്കത്തിന് വാല്യൂ ഇല്ല. സദക്കാൻ ചൊല്ലത് മനസ്സറിഞ്ഞിട്ട് കൊടുക്കണമെങ്കിൽ എത്ര സദക്കല്ല, ഐക്കല്ല വാല്യൂ. പ്രിയപ്പെട്ട എല്ലാം നീയത്തിലാണുള്ളത്. ഞാൻ കുറെ അനുഭവങ്ങൾ നോക്കുക, അനുഭവങ്ങളെല്ലാം മനുഷ്യർക്ക് വലിയ പാടാണ്. ഹജ്ജിലെ ലാസ്റ്റ് പറയുമ്പോൾ എല്ലാം ഇതാക്കിടാറല്ലേ, എന്തിനാ പാക്കേജ് ആക്കത്. പാക്കിംഗ് എല്ലാം ആയിട്ടാകുമ്പോ ഇത് ലഗേജ് എത്ര 6000 ലഗേജ് 10 ആൾമാർ ഇന്നങ്ങോ ലഗേജ് നിറച്ച് കേൾക്കരുത് ഉസ്താദ് തെല്ല് നേരത്തെ പറയാൻ നിങ്ങൾക്ക് ഞാൻ ഓർത്തന്നെ ഉള്ളവോ 10 ആളുള്ള എന്തിനു നിറച്ചില്ല ഇത് പഠിച്ചോളൂ വന്നു. മനുഷ്യനങ്ങനെയാണ്. പിന്നൊരുത്ത തെല്ല് പൊടുവ് ജാഗയില്ല, നൊക്കടമേ നിറച്ചിട്ട് 40 കിലോ എത്തൗണ്ട് 55 കിലോ ആയത് 60 കിലോ ആയിരുന്നു. എയർപോർട്ടിൽ പറയുമ്പോൾ ഇഞ്ഞൊരു ചീല എല്ലാ പക്ക ചീല എന്തിനെ കൊന്നില്ല. അല്ലാഹു അഅലം.
ಇಲ್ಲ ನೋಡ್ಕೊಂಡು ಬಂದೆ. അപ്പം ನಾನು ಅದೆಲ್ಲ ಬರ್ತು ತೊಂದರೆ ಇಲ್ಲ. അങ്ങനെ 45 50 kg ആയിട്ട് ഇനിയിപ്പ ഒരു 40 45 എങ്ങനെങ്കിലും പാസ്സാക്കാം. ഇനി யாரும் പാസ്സാക്കടാ തൂക്കിടാൻ കണ്ണു കാണില്ലേ അവൻ വിടുறான். അപ്പൊ എന്താക്കണെന്ന് കുറച്ച് സാധനങ്ങളെല്ലാം ഇവിടെ കൊമ്പോയത് ബാക്കിയായത് അതിൽ ഇതാ സദക്ക കൊടുക്കുക. എന്നിട്ട് സദക്ക കൊടുക്കുമ്പോ ഇത് കമന്റ് ഉണ്ട് എന്തിനല്ലേ ഇത് ഹറമല്ലേ, ഹറമൽ സദക്ക കൊടുത്ത് 1 lakh ഇട്ടല്ലേ. ഞാൻ കേട്ടെ നിങ്ങളെ പെട്ടിൽ ജാഗ എന്തിനെങ്കിൽ ഹറമുടെ സദക്കത്തെ ഞാൻ പറക്കാം. പെട്ടിൽ ജാഗ ഇല്ലാത്തത് കൊണ്ടാണ് ഹറമുടെ സദക്കത്ത് 1 lakh കൂലി. ഇവിടെ ഈ പെട്ടിൽ നൊറപ്പതാവാത്തത് കൊണ്ട് ഇതിരഞ്ഞല്ല സദക്ക കൊടുത്തിട്ടില്ലേ. ഹറമുടെ സദക്കത്ത് 1 lakh കൂലിയല്ലേ, അത് ഇക്ക് കൊടുത്തത് ഏക്ക് പെട്ടിൽ ജാഗ ഇല്ലാത്ത കൊടുത്തത് 1 lakh ഇട്ടുവാൻ കൊന്നില്ല പഠിച്ചോട് പോത്തു. അവൻ നീയത്തവർ ഉറപ്പായിട്ട് ഇന്നമല്ല അഅ്മാലു ബിന്നിയ്യാത്ത്. ഉടനാണ് അവലാക്കിയത് എന്തെങ്കിലും പെട്ടിൽ ജാഗ ഇല്ലാത്തക്കാണ് പണിയെടുത്തത്. ഇന്നമല്ല അഅ്മാലു ബിന്നിയ്യാത്ത്. പഠിച്ചോണ്ട് വിട്ട അമൽ സ്വീകരിക്കപ്പെടുന്നുണ്ടായെങ്കിൽ നല്ല മുന്തിയ നിയത്ത് വേണമെന്ന് പരിപാടിക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് യതീമുൽ കരുണ കാട്ടൊരു, യതീമുടെ തല തടകരു, നിങ്ങളെ സ്വന്തം ഭക്ഷണം യതീം കൊടുക്കരു. ഈ ക്ലാസ്സിൽ തെച്ചാൽമാർ ഇണ്ടതാക്കണം. യതീമീങ്ങ ഇല്ലേ യതീമീങ്ങ ഉള്ളത്. അപ്പൊ യതീമീങ്ങ ഇല്ലാണ്ട് പിന്നെ വന്ന് ചെലവ് തേടി കിട്ടിയതേ ഇല്ല. എന്റെ യതീം എത്ര പേനെ ഉണ്ട്, യതീമുണ്ട്. അപ്പൊ യതീമു ഇങ്ങനെ ആക്കിയാണ്ട് യലിൻ കൽബുക, നിന്റെ കൽബ് നല്ല മയാവോടും ചെറുത്, കൽബ് നല്ല വിശാലമാവോടും നിന്റെ ആവശ്യം നിർവഹിക്കപ്പെടുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊന്നുണ്ട്, യതീം മാത്രല്ല. ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കേസതെ കൽബ് കട്ടി വരികയെ എന്ത് ചൊന്ന നാട്ടിലല്ലേ. അപ്പൊ ചൊന്തു യതീമിന്റെ തല ഒന്ന് പോയിട്ട് തടകണു. മിസ്കീൻ പാവത്തമുള്ള ചിലപ്പോ യതീമീങ്ങളെ ശ്രദ്ധിക്കാറ് മനുഷ്യന്മാർ, മിസ്കിന്മാരിക്കാറ് അങ്ങനെ നോക്കുവാറില്ല മിസ്കിന്മാരെ. അതുകൊണ്ട് ഖുർആൻ ചിലപ്പോ യതീമിന്റെ മുന്നിൽ ചൊല്ലു, ചിലപ്പോ മിസ്കിന്റെ മുന്നിൽ ചൊല്ലു. പിന്നെ രണ്ടാളും ഒരേപോലെ പരിഗണിക്കണമെങ്കിൽ താഴ്മാറാണ്. യതീമിന്റെ തല പോയിട്ട് നീ തടകണു, മിസ്കീനിന് നീ ഭക്ഷണം കൊടുക്കണോട്ട് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസാണ്. അപ്പൊ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടാത്ത ഒരു നന്മയും ഞങ്ങൾ ചൊല്ലില്ല, ഞങ്ങൾക്ക് കൊടുക്കില്ല, ഞങ്ങൾ ആക്കുന്നുമില്ല. ഞങ്ങൾ ഇന്റെ എന്തെല്ലാം നന്മകൾ ഹൈറാത്ത് ആക്കണമോ അത് പഠിപ്പാട്ടിയ ആൾ ഒന്നേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഖുർആൻ ചൊല്ലുന്നത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ടോ പരിപാടിത്തല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉൾക്കൊള്ളുകയും ആക്കുകയും നിങ്ങൾക്ക് തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഈ സദസ്സിനെ ഖബൂലാക്കണം റഹ്മാനെ. നിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞ മഹബ്ബത്ത് പറഞ്ഞ ലോകത്തെ അതുല്യമായ മജ്ലിസാണ് റബ്ബേ. നീ ഖബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. ഈ സദസ്സിൽ വന്ന ഒരാളെയും നീ ഖായിവാക്കരുത് റഹ്മാനെ. നമ്മുടെയും അവരുടെയും ദീനും ദുനിയാവും ആഖിറവും നീ ജയിപ്പിക്കണം റഹ്മാനെ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണം റഹ്മാനെ, അന്തസ്സ് നൽകണം റഹ്മാനെ. ഫളീഹാത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണം റഹ്മാനെ. മരണം വരെ ഞങ്ങൾക്ക് നീ ആരോഗ്യം നൽകണം റഹ്മാനെ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ പൂർത്തിയാക്കണം റഹ്മാനെ. ടെൻഷൻ, ബേജാറ്, ഹമ്മുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. നമ്മുടെ ആവശ്യങ്ങൾ റബ്ബാകുന്ന നീ പൂർത്തിയാക്കി തരണം റഹ്മാനെ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണം റഹ്മാനെ. ഖുർറത്തു ഐനായ മക്കളാക്കി തരണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും അവരെയും ഞങ്ങളെയും നീ വിജയിപ്പിക്കണം റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم